ഹായ് ഫ്രണ്ട്സ്, മൊസൈക്ക് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീ അബലയല്ല, സുബലയും പ്രബലയുമാണെന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുത്തൊരു മഹൽ പ്രസ്ഥാനമാണല്ലോ നമ്മുടെ കുടുംബശ്രീ മിഷൻ. കുടുംബശ്രീ മിഷൻ എന്ന സ്ത്രീ ശാക്തീകരണ ദൗത്യത്തിന് ശക്തി പകരാൻ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 50 ലക്ഷത്തിലേറെ വനിതകളുണ്ട്. നാടിൻ്റെ പട്ടിണി അകറ്റാൻ സ്ത്രീകൾ മുൻകൈയെടുത്താൽ അതുറപ്പായും വൻ വിജയമായി മാറുമെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഒരെട്ടംഗ സ്വയം സഹായ വനിതാ സംരംഭക സംഘത്തെയും അവരുടെ കൈപുണ്യത്താൽ കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധ പിടിച്ചു പറ്റിയ 4 മണിക്കാറ്റെന്ന നാടൻ തട്ടുകടയെയുമാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കുട്ടനാട് താലൂക്കിൽ വെളിയനാടെന്ന കൊച്ചു ഗ്രാമത്തിൽ വെള്ളം നിറച്ചിട്ട പാടശേഖരത്തിലാണ് 4 മണിക്കാറ്റെന്ന നാടൻ തട്ടുകട. കലേഷ് എന്ന കുടുംബശ്രീ മിഷൻ കോർഡിനേറ്ററുടെ പിന്തുണയോടെയാണ് 8 അംഗ വനിതാ സംഘം 4 മണിക്കാറ്റെന്ന തങ്ങളുടെ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. എൻ്റെ പേര് ജയശ്രീ വിജയപ്പൻ. എൻ്റെ രാഗിണി, സീമ, റാണി, മഞ്ജുളാദേവി, ജയലക്ഷ്മി, റോസമ്മ, ബീനാമുൾ എന്നീ 8 പേരാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ ഒരു പദ്ധതി പ്രകാരമാണ് ഇത് നടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങളെ സഹായിച്ചത്. ഇത് RKDP എന്ന് പറയുന്ന കലേഷ് സാറാണ് ഇതിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ആ സാറിൻ്റെ ഒരു പ്രേരണയുടെ പുറത്താണ് ഞങ്ങൾ വെളിയനാട് പഞ്ചായത്തിലൊരു പ്രോജക്റ്റ് വെച്ച് ഞങ്ങൾ 4 മണിക്കാറ്റ് എന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി. അതിന് കുടുംബശ്രീയുടെ നല്ലൊരു സപ്പോർട്ടുണ്ട്. അതിൻ്റെ അത് ചെയർപേഴ്സൺ രമ്യ സന്തോഷ്, കലേഷ് സാർ, ഇവരൊക്കെയാണ് ഞങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഇതിന് എത്ര മൂലധനം വേണ്ടി വന്നു? ഇത് ഞങ്ങൾ സ്വന്തമായി വാങ്ങിയതാണ്. ഈ 2.5 സെന്റ് സ്ഥലം ഞങ്ങൾ 8 പേര് കൂടി, അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒന്നും ഫണ്ടല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ കൈക്കാശ് മുടക്കി 2.5 സെന്റ് സ്ഥലം ഞങ്ങൾ സ്വന്തമാക്കി ഞങ്ങൾ 8 പേരൂടെ വാങ്ങി ഞങ്ങളുടെ സ്വന്തം കാശ് മുടക്കിയാണ് ഞങ്ങൾ ആദ്യം ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്ന് 2.25 ലക്ഷം രൂപയുടെ 2 കട ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെറിയൊരു സംവിധാനം, ഒരു തട്ടുകട പോലെ തുടങ്ങി ഇത്രയും വിപുലമായിട്ട് ചെയ്തു വരുന്നത്. ഞങ്ങൾ നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല, കച്ചവടമൊക്കെ നടന്നു പോകുന്നു. ഈ വെളിയനാട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം കുറച്ചുള്ളിലോട്ട് കയറിയാണല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തട്ടുകട തുടങ്ങാൻ തീരുമാനിച്ചത്? ഇവിടെ വേറെ കടകളൊന്നുമില്ല. അത് തന്നെയല്ല, ഇത് വെള്ളം കയറി കിടക്കുമ്പം പുറത്തുനിന്ന് വരുന്നവർക്കൊരു നല്ലൊരു വൈവ് കിട്ടുന്നൊരു സ്ഥലമാണ്. ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് നമ്മുടെ അസ്തമയമൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു സീനാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ളവരാണ് ഞങ്ങളുടെ നാട്ടുകാരെക്കാൾ ഉപരി ഇവിടുത്തെ കച്ചവടത്തിന് ഞങ്ങളെ സഹായിക്കുന്നത്. നല്ല പുറത്തുനിന്നൊക്കെ കേട്ടറിഞ്ഞ് ഞങ്ങളെ വിളിച്ച് ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ച് വരാറുണ്ട്. ഒത്തിരി പേര് വിദേശത്തുള്ളവരുമൊക്കെ വരുമ്പം വരാമെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഏത്തയ്ക്കാപ്പം ബീഫുമാണ് ട്രെൻഡായിട്ട് പോകുന്നത്. അതിനുവേണ്ടി തന്നെ ആളുകൾ ചോദിച്ച് പറഞ്ഞ് വരാറുണ്ട്. 6 മണി മുതൽ ഞങ്ങൾ രാവിലെ 6 മണി മുതൽ പ്രഭാത ഭക്ഷണം മുതൽ വൈകിട്ട് തട്ടുകട, ദോശ, പൊറോട്ട, അങ്ങനെയുള്ള ബീഫ്, ചിക്കൻ കറി, അങ്ങനെ എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ ചെറിയ സ്നാക്സ്, ഏത്തയ്ക്കാപ്പം, ഉഴുന്നുവട, അങ്ങനെ അതങ്ങനെ ചായയായിട്ട് പോകുന്നു. ഊണെങ്ങനെയാണ്? മീൽസ് ഇവിടെ ഊണ് ഉച്ചയ്ക്ക് ഉണ്ട്. ഞങ്ങൾ സാധാരണ നല്ല രീതിയിലാണ് ഭക്ഷണം പോകുന്നത്. ഞങ്ങളൊരു മീൻ വറുത്ത് ഉൾപ്പെടെ ഒരു 80 രൂപയ്ക്കാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഊണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പുറത്തോട്ട് കേറ്ററിംഗ് സർവീസ് ഉണ്ട്? കേറ്ററിംഗ് സർവീസ് പുറത്തോട്ടല്ല, ഇപ്പം ഒരു 100 ഊട് വേണം ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ പൊറോട്ട വേണം നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ചിലർ കറി, ഇങ്ങനെ വെജിറ്റബിൾ കറി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയാം, അത് ചെയ്തു കൊടുക്കും. അങ്ങനെ പുറത്തുനിന്ന് എന്ത് ഓർഡർ ചെയ്താലും പറഞ്ഞാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ കേറ്ററിംഗ് സർവീസ് ഇതിൻ്റെ കൂടെ തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതും ഇതിൻ്റെ കൂടെ നടത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കുടുംബശ്രീ അംഗങ്ങൾക്ക് നിങ്ങൾക്കുള്ള വരുമാനം എങ്ങനെയാണ്? ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഏകദേശം എത്ര വരുമാനം കിട്ടുന്നുണ്ടാകും? ഒരാഴ്ച നമുക്ക് എങ്ങനെ പോയാലും ഒരു 10-30,000 രൂപയുടെ കച്ചവടം നടക്കും. അതിൻ്റെ അത് നമ്മളിപ്പോൾ ഈ കടബാധ്യതകളൊക്കെ തീർത്തു വരുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്കെന്നും പറഞ്ഞ് നമുക്ക് കൊണ്ടുവന്ന് നമ്മളൊന്നും നീക്കി വെക്കാറില്ല. നമ്മുടെ കടബാധ്യതകൾ തീർന്നു കഴിയുമ്പോൾ നമുക്കതൊരു ബാലൻസ് ചെയ്ത് നമ്മുടെ മുതലാണല്ലോ, അന്നേരം നമ്മളത് ഇത് നമ്മുടെ മുതലായി കാണും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം കച്ചവടം. നമുക്കിവിടെ സീസൺ കച്ചവടമാണ്. ഒന്നാമത് നമ്മുടെ ഇവിടെ നെൽവയലല്ലേ, വയൽ കൊയ്ത്തിൻ്റെ സമയത്ത് നമുക്ക് നല്ല കച്ചവടം കിട്ടും. നമുക്ക് ഒരാഴ്ച കൊണ്ട് 1.5 ലക്ഷം രൂപയുടെ കച്ചവടമൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വരും സീസൺ വരുമ്പോൾ. എപ്പോഴും അത് ഉണ്ടാകത്തില്ല. ഒരു കൃഷിയുള്ളതാണ് നമ്മുടെ ഈ വെള്ളിസ്രാക പാടശേഖരമാണിത്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിലെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്?
കൂടുതൽ ഏത്തയ്ക്കാപ്പം ബീഫുമാണ് ഇവിടെ വരുന്നവർക്ക് താല്പര്യം. പിന്നെ നമ്മുടെ പൊറോട്ട ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാണ് പൊറോട്ട ഞങ്ങൾ പഠിച്ചിപ്പം ഞങ്ങൾ നല്ല രീതിയിൽ പൊറോട്ട ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പൊറോട്ട ഇഷ്ടമാണ്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കൂടുതൽ ആൾക്കാർ പൊറോട്ടയ്ക്ക് ഓർഡർ തരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ നല്ല രീതിയിൽ പൊറോട്ട ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. 4 മണിക്കാറ്റിനോടനുബന്ധമായി വൈകുന്നേരങ്ങളിൽ വെള്ളം നിറഞ്ഞ പാടശേഖരത്തിൽ ചെറിയ പെഡൽ ബോട്ടുകൾ ഇറക്കി സന്ദർശകർക്ക് ഉല്ലാസയാത്ര ഒരുക്കുവാനും ഈ 8 കുടുംബശ്രീ മിഷൻ പ്രവർത്തകർ ലക്ഷ്യമിടുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പെഡൽ ബോട്ടെന്നും പറഞ്ഞ് ഞങ്ങൾ അതുമൊക്കെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനം ഇതുവരെ ഞങ്ങൾക്ക് ഒത്തില്ല. ഞങ്ങളെല്ലാവരോടും പറയുന്നുണ്ട് ഈ സീസണിലൊക്കെ ഈ വെള്ളം കയറി കിടക്കുന്ന സമയത്ത് അതൊക്കെ നല്ല വിനോദമായിട്ട് പോകുന്നൊരു സംവിധാനമാണ്. അത് വെച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഒരുക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളിവിടെ രാവിലെ ഇടിയപ്പം, പാലപ്പം, പിന്നെ ദോശ, ഇഡ്ഡലി, പൊറോട്ട ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് രാവിലെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ശനിയും ഞായറും ഞങ്ങൾ കപ്പ ബിരിയാണി, അതൊരു ട്രെൻഡായിട്ട് ഓടുന്നുണ്ട് ശനിയും ഞായറും. അതിന് നല്ല ചിലവും ഉണ്ട്. കപ്പ ബിരിയാണി കഴിക്കാൻ തന്നെ ചോദിച്ച് ആളുകൾ വരാറുമുണ്ട് പുറത്തു നിന്നൊക്കെ. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഏത്തയ്ക്കാപ്പവും ബീഫുമാണ് സ്പെഷ്യൽ ഐറ്റം. എന്നും പോകും അതങ്ങനെ ഏത്തയ്ക്കാപ്പവും ബീഫും. ഇത് പുറത്തുനിന്നുള്ളവർ പിന്നെ 10-40 ബ്ലോഗേഴ്സ് ഇവിടെ വന്നു നമ്മളെ നല്ല ഹെൽപ്പ്. അതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ കടയ്ക്ക് ഇച്ചിരൂടെ ഒരു പുരോഗമനം ഉണ്ടായത്. നമ്മുടെ യൂട്യൂബിലും ഒക്കെ നമ്മുടെ കടയെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം ഉണ്ടായി. അത് കഴിഞ്ഞ് പുറത്തുനിന്നൊക്കെ ഒത്തിരി ആളുകൾ വന്നു. കേരളത്തിന് പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? കേരളത്തിന് പുറത്തുനിന്നും വന്നു. ആന്ധ്ര, പിന്നെ രാജസ്ഥാൻ, അങ്ങനെയുള്ള 10-40 പേര് 2 പ്രാവശ്യമായിട്ട് വന്ന് നമ്മുടെ ഫുഡൊക്കെ കഴിച്ചാൽ. ഈ കുടുംബശ്രീ സംരംഭത്തിന്റെ പ്രത്യേകത അറിയാനാണോ വന്നത്? കുടുംബശ്രീ സംരംഭത്തിന്റെ പ്രത്യേകതയും കുടുംബശ്രീ അംഗങ്ങൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്നറിയാനുമാണ് അവരുമൊക്കെ നമ്മളോട് സഹായിച്ചത്. പിന്നെ നമ്മുടെ ഈ കട നല്ലതായി നമ്മളോട് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ വാർഡ് മെമ്പർ ഉണ്ട്, 1-ാം വാർഡിലെ വാർഡ് മെമ്പർ ബിനീഷാണ് ഇവിടുത്തെ 1-ാം വാർഡിലെ മെമ്പർ. ബിനീഷും നമ്മളെ കുടുംബശ്രീയോടൊപ്പം നിന്ന് നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ പിന്തുണയ്ക്കും നമ്മുടെ വാർഡ് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ ഈ കട നല്ലതായിട്ട് പോകുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മളിപ്പം ഫുഡൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവർ നിൽക്കുമ്പോഴാണ് ഏത്തയ്ക്കാപ്പം ആണെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് അതിനോടൊക്കെ നമ്മളിപ്പോൾ സീസൺ വർക്കൊക്കെ ആകുമ്പം 11, 11:30, 12 മണി വരെയും നമ്മൾ നിന്നിട്ടുണ്ട് കൊയ്ത്തിൻ്റെയൊക്കെ സീസൺ. പിന്നെ നമ്മളൊരു 10-10:30 ആകും നമ്മൾ പിന്നെ അടച്ചിട്ട് പോകും. ഈ ലോക്കൽ കസ്റ്റമേഴ്സ് ഇല്ലേ? നമുക്ക് ലോക്കൽ കസ്റ്റമേഴ്സും ഉണ്ട്. ഇവിടെ വെളിനാട്ടിന് പുറത്തുനിന്ന് പറയുമ്പോഴേ എവിടെ നിന്നൊക്കെ ആളുകൾ വരിക? ചങ്ങനാശ്ശേരി, തിരുവല്ല, കാഞ്ഞിരപ്പള്ളി ഇവരൊക്കെ ചോദിച്ച് നമ്മുടെ സൈറ്റ് അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവർ വരുന്നവരാ. പിന്നെ കുമളി, അങ്ങനെയൊക്കെ ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ അസംതൃപ്തരാണോ പോകുമ്പോൾ? അവർ ഇനിയും വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. രാഗിണി ചിലരോടൊന്നും മെച്ചപ്പെട്ട കച്ചവടം നല്ലൊരു വിപുലീകരിച്ചൊരു കടയാക്കി എല്ലാവർക്കും ഞങ്ങൾ സഹായം ചെയ്യുന്നവർക്ക് ഞങ്ങൾക്കും ഒരു വരുമാന മാർഗം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നും കൈ വെച്ചോണ്ടല്ല ഇത് തുടങ്ങിയത് ഈ സ്ഥാപനം. അതുകൊണ്ട് അതിൻ്റെതായ പരമ്പരാഴികളുള്ളതുകൊണ്ട് ആ ബാലൻസ് അതിലേക്ക് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പം വലിയ നീക്കിയിരിപ്പൊന്നും മാറ്റി വയ്ക്കാനില്ല. എന്നാലും വലിയ ഭേദമല്ലാത്ത കടം ചെറുതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നമുക്ക് സ്ഥലമൊക്കെ വാങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ RKDP ഞങ്ങൾക്ക് അങ്ങനെ 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഞങ്ങൾ ഘട്ടം ഘട്ടമായി തവണയായിട്ട് കൊടുത്തു തീർക്കണം. ഒരു മാതൃകയാക്കാനായിട്ട് മറ്റു പല കുടുംബശ്രീ പ്രവർത്തകരും ഇവിടെ വന്നിരുന്നു, സന്ദർശിച്ചിരുന്നു? വന്നിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് കുറേ ആളുകൾ വന്നു. അങ്ങനെ നമ്മുടെ പുറത്തുള്ള വയനാട്ടിൽ നിന്ന് 10-40 പേരോളം ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇവിടെ കണ്ട് നല്ല സന്തോഷത്തിൽ പോയി. ഇത് നമ്മൾ ചെയ്തതിൽ അവർക്ക് വളരെയധികം അഭിമാനം തോന്നിയിട്ടാണ് പോയി. ഇത്രയും സ്ത്രീകൾ, അതും 8 പേര് കൂടി ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒത്തിരി നാൾ അത് കൊണ്ടുപോകത്തില്ലെന്ന് എല്ലാവരും പറയും. പക്ഷേ പിന്നെ അതുകൊണ്ടല്ലോ ഒരു മനസ്സോടു കൂടി ഞങ്ങൾ 8 പേരും പ്രവർത്തിച്ച് മുമ്പോട്ട് പോകും. കുടുംബശ്രീ എന്നത് ഇന്ന് കേരളത്തിൽ വെറും ഒരു സർക്കാർ സംരംഭം മാത്രമല്ല. ജനകീയ കഫേകളിലൂടെയും തട്ടുകടകളിലൂടെയും മറ്റു വാണിജ്യ വ്യവസായ സംരംഭങ്ങളിലൂടെയും ഒക്കെ അതിന്ന് സമൂഹത്തിന് മാതൃകയാക്കേണ്ട ഒരു സജീവ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 4 മണിക്കാറ്റെന്ന വനിതാ സംരംഭത്തിന് നമോഭാഗം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം രാധാകൃഷ്ണൻ കുറ്റൂർ. മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസൈക്ക് ഇന്ത്യയുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ രാധാകൃഷ്ണൻ കുറ്റൂർ.